Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസ്ക് ഷെഡ്യൂളിംഗ് ആണ്. ഡിസ്ക് ഷെഡ്യൂളിങ്ങിൽ നമുക്ക് നോർമലി ഇതിന് ചോദിക്കുന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു മോഡ്യൂളിൽ ദാറ്റ് ഈസ് ഫിഫ്ത്ത് മോഡ്യൂളിൽ പ്രോബ്ലം ഈ സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ഫിഫ്ത്ത് മോഡ്യൂളിലെ സെക്കൻഡ് സെഷനായ സ്റ്റോറേജ് മാനേജ്മെൻറ്റിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, അപ്പം ഡിസ്ക് ഷെഡ്യൂളിംഗ് മീൻസ് പ്രോബ്ലംസ് ചോദിക്കുന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് നിന്നാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഡിസ്ക് ഷെഡ്യൂളിംഗ്? ഡിസ്ക് ഷെഡ്യൂളിംഗ് ഇസ് ഡൺ ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഷെഡ്യൂൾ IO റിക്വസ്റ്റ് അറൈവിംഗ് ഫോർ ദ ഡിസ്ക്. നമുക്കറിയാം ഒരു IO റിക്വസ്റ്റും വരും, CPU റിക്വസ്റ്റും വരും. ഇപ്പോൾ IO റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഡിസ്കിനെയാണ് അല്ലേ, ഡിസ്കിലെത്തുന്നതാണ് IO ഡിവൈസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ IO റിക്വസ്റ്റ് ഡിസ്കിൽ അറൈവ് ചെയ്യുന്ന IO റിക്വസ്റ്റിനെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് IO ഷെഡ്യൂളിംഗ്. ഇറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് മീൻസ് മൾട്ടിപ്പിൾ IO റിക്വസ്റ്റ് മേ അറൈവ് ബൈ ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഡിഫറെൻറ്റ് പ്രോസസ്സിന് ഇപ്പോൾ മൾട്ടിപ്പിൾ IO റിക്വസ്റ്റ് വരും. സോ ഓൺലി വൺ IO റിക്വസ്റ്റ് ക്യാൻ ബി സെർവ്ഡ് അറ്റ് എ ടൈം. ഡിസ്ക് കൺട്രോളറിന് അറ്റ് എ ടൈം ഒരു റിക്വസ്റ്റ് മാത്രമേ സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതർ IO റിക്വസ്റ്റ് എന്ത് ചെയ്യണം? നീഡ്സ് ടു വെയിറ്റ് ഇൻ ദ വെയിറ്റിംഗ് ക്യൂ ആൻഡ് നീഡ് ടു ബി ഷെഡ്യൂൾഡ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമുക്കിപ്പം മോർ ദാൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ IO റിക്വസ്റ്റാണ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഡിസ്കിനെ കൺസൾട്ട് ചെയ്യും. ബട്ട് ഓൺലി വൺ request at a time can be served by the disk controller. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ സീക്ക് ടൈം. എന്താണ് സീക്ക് ടൈം എന്ന് പറയുന്നത്? ദ ടൈം ടേക്കൺ ടു ലൊക്കേറ്റ് ദ ഡിസ്ക് ആം ടു എ സ്പെസിഫൈഡ് ട്രാക്ക്. ഡിസ്ക് ആമിനെ സ്പെസിഫൈഡ് ട്രാക്കിലോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ആ ലൊക്കേറ്റ് ചെയ്യുന്ന ടൈമിനെയാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. എന്താണ്? ദ ടൈം ടേക്കൺ ടു ലൊക്കേറ്റ് ദ ഡിസ്ക് ആം ടു എ സ്പെസിഫൈഡ് ട്രാക്ക്. ഒരു സ്പെസിഫൈഡ് ട്രാക്കിലോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, വേർ ദ ഡേറ്റ ഇസ് ടു ബി റീഡ് ഓർ റൈറ്റ്. സോ വാട്ട് ഇസ് സീക്ക് ടൈം? ഡിസ്ക് ആമിന് സ്പെസിഫൈഡ് ട്രാക്കിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ട്രാക്കിലാണ് എന്തിരിക്കുന്നത്? ഡേറ്റ. ആ ഡേറ്റയിലോട്ട് മൂവ് ചെയ്യുന്നത് സ്പെസിഫൈഡ് ട്രാക്കിലാണ് ഡേറ്റ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റയിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ആ ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാനും ആ ഒരു സ്പെസിഫൈഡ് ട്രാക്കിലോട്ട് ഡേറ്റ റൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ആ ഒരു ടൈമിനാണ് സീക്ക് ടൈം. അപ്പം നോർമലി ഈ സീക്ക് ടൈം എന്താണ്? മിനിമം ആവുന്നതാണ് നല്ല മാക്സിമം ആണ്? യെസ്, ദ സീക്ക് ടൈം ഷുഡ് ബി മിനിമം. Next is rotational latency. What is rotational latency? The time taken by the desired sector of a disk. ഒരു ഡിസ്കിൻ്റെ desired sector rotate into a position so that it can access the read-write head. So what is rotational latency? The time taken by the desired sector of the disk. Sector of the diskനെ നമ്മൾ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം? ടു എ പൊസിഷൻ. റീഡ്-റൈറ്റ് ഹെഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? റീഡ്-റൈറ്റ് ഹെഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് സെക്ടർ ഓഫ് എ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്ത് ആ പൊസിഷനിൽ കൊണ്ടുവരിക. ദാറ്റ് ഈസ് റൊട്ടേഷണൽ ലേറ്റൻസി. ദ നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ ടൈം. ഇവിടെ എന്താണ്? റൊട്ടേഷണൽ ലേറ്റൻസി ഇറ്റ് ഷുഡ് ബി മിനിമം ഇസ് ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ ടൈം. എന്താണ് ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത്? ദ ടൈം ടേക്കൺ ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ടൈമിനെയാണ് ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റൊട്ടേറ്റിംഗ് സ്പീഡ് ഓഫ് ദ ഡിസ്ക് ആൻഡ് ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് സ്പീഡ് ഓഫ് ദ ഡിസ്കും എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ഇരിക്കും ഈ ട്രാൻസ്ഫർ ടൈം. സോ നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ഡിസ്ക് ആക്സസ് ടൈം? Disk access time is the sum of the seek time plus the seek time, then rotational latency and the transfer time. Okay, അപ്പോൾ നമുക്കത് ഒരു ഇക്വേഷൻ ആയിട്ട് നോക്കാം. Disk access time is the seek time plus rotational latency plus transfer time. Okay, ഇനി എന്താണ് ഡിസ്ക് റെസ്പോൺസ് ടൈം? The average of time spent by a request waiting to perform its IO operation. അപ്പം ഒരു IO ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ആവറേജ്
ഓഫ് ടൈം. അതിനാണ് ഡിസ്ക് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആ ഒരു റിക്വസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി, ആ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്ത് ആ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെയിറ്റിംഗ് ടൈം, ആ ഒരു ഡിലേ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ദ റെസ്പോൺസ് ടൈം, ഡിസ്ക് റെസ്പോൺസ് ടൈം. ഓക്കെ. For a multi-program system in many processes, the disk queue may often have several pending requests. Thus, one request is completed, the operating system chooses which pending request to service next. അപ്പം ഒരു റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യും ഏത് പെൻഡിങ് റിക്വസ്റ്റ് ആണ് ഇനി സർവീസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം അടുത്ത ഏത് റിക്വസ്റ്റ് ആൻഡ് സർവീസ് ചെയ്യുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ബൈ യു, ദാറ്റ് മേക്സ് ദിസ് ചോയ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേക്ക് ദിസ് ചോയ്സ് ബൈ യൂസിങ് വൺ ഓഫ് ദ സെവറൽ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. Next, what is the purpose of these are the terminologies associated with the disk scheduling algorithms: seek time, rotational latency, transfer time, then disk access time, then the disk response time. Okay. Then what is the purpose of this disk scheduling? The main purpose of the disk scheduling algorithm is to select a disk request from the queue of IO request. അപ്പോൾ IO request ആ ഒരു queue of IO request നിന്നും ഒരു ഡിസ്ക് റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷെഡ്യൂൾ ചെയ്യണം വെൻ ദിസ് റിക്വസ്റ്റ് വിൽ ബി പ്രോസസ്, ആൻഡ് ഡിസൈഡ് ദ ഷെഡ്യൂൾ വെൻ ദിസ് റിക്വസ്റ്റ് വിൽ ബി. അപ്പോൾ ഈ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യുമ്പോൾ ആ ഷെഡ്യൂൾ ഓക്കെ ഡിസൈഡ് ചെയ്യുക, ഡിസൈഡ് ദ ഷെഡ്യൂൾ വെൻ ദിസ് റിക്വസ്റ്റ് വിൽ ബി പ്രോസസ്ഡ്. So this is the main purpose of the disk scheduling algorithm. So goal of the disk scheduling algorithm is fairness, then high throughput, reduce the total seek time. Okay, then we are going to discuss the different disk scheduling algorithm one by one. There are actually 6 types of disk scheduling algorithms: FCFS, SSTF, scan, C-scan, look, then C-look. Okay. So നമുക്കത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു മേ ബി FCFS schedule the disk by using the following algorithms. എല്ലാം ചോദിക്കുന്നൊന്നുമില്ല. മേ ബി sometimes FCFS scan and C-scan or FCFS look and C-look. അപ്പം അങ്ങനെ ഏതെങ്കിലും algorithms അങ്ങനെ ചോദിക്കാം. So in the coming videos we'll be discussing these types of algorithms in detail. Okay, thank you.